നമസ്കാരം. സ്പിരിച്വൽ ഗൈഡൻസ് സൊസൈറ്റിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു വിഷയം തന്നെയാണ്, യോഗയുമായി ബന്ധപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. പലരാളുകളും കംപ്ലൈന്റ് പറയാറുണ്ട്, എനിക്ക് ധ്യാനിക്കാൻ സമയം കിട്ടുന്നില്ല, വേണ്ടത്ര മെഡിറ്റേഷൻ ഒന്നും സമയം കിട്ടുന്നില്ല, തിരക്കാണ് എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അതിന് വേണ്ടി മാത്രമായിട്ട് കുറച്ച് സമയം മാറ്റിവെക്കാൻ കഴിയുന്നില്ല എന്നുള്ള കംപ്ലൈന്റ് ചെയ്യുന്ന ആളുകളുണ്ട്. ഏറെക്കുറെ പലരും ജീവിതത്തിന്റെ മറ്റ് പല തിരക്കുകളിലും ആയതുകൊണ്ട് തന്നെ ഒരു പക്ഷേ അത് സത്യമാവാനും ഇടയുണ്ട്. പിന്നെ ഒരു കാര്യം എന്നുള്ളത്, ധ്യാനത്തെക്കുറിച്ച് എന്താണ് ശരിയായ ധ്യാനം എന്നുള്ളതിനെ കുറിച്ച് ഒരു ധാരണ ഇല്ലാത്തത് കൊണ്ട് കൂടിയാണ് ഇങ്ങനൊരു പരാതി പറയുന്നത്. സത്യത്തില് ഏതൊരു ക്രിയയും നമുക്ക് ധ്യാനമാക്കി മാറ്റാവുന്നതാണ്. അതാണ് അതിൻ്റെ ഒരു ഏറ്റവും വലിയ രഹസ്യം എന്ന് പറയുന്നത്. നമ്മൾ ധ്യാനം എന്ന് പറഞ്ഞിട്ട് കണ്ണടച്ച് അങ്ങനെ വേറെ ഒന്നും ചെയ്യാതെ കണ്ണടച്ച് ഇങ്ങനെ മെഡിറ്റേഷൻ ചെയ്തിട്ട് അങ്ങനെ മുഴുകി മണിക്കൂറുകളോളം ഇരിക്കണം എന്നൊന്നും ഇല്ല. ഏതൊരു പ്രവൃത്തിയെയും, നമ്മൾ ചെയ്യുന്ന ഏതൊരു ജോലിയെയും നമുക്ക് ധ്യാനമായിട്ട് മാറ്റിയെടുക്കാൻ കഴിയും. അപ്പൊ നമുക്ക് ധ്യാനം പ്രത്യേകിച്ച് വേറെ ചെയ്യേണ്ടതില്ല. ചില ആളുകൾ, തിരക്കുള്ള ആളുകൾ. അല്ലാത്തവർക്ക് പ്രാണായാമം തന്നെ ഒരു ധ്യാനമാണ്. പ്രാണായാമം ചെയ്യുമ്പോൾ തന്നെ ധ്യാനം, അത് നമ്മൾ ഫോക്കസ് ചെയ്തിട്ടാണ് മനസ്സിനെ നമ്മൾ ഈ ശ്വാസഗതിയിൽ, ശ്വാസോച്ഛ്വാസത്തില് മനസ്സിനെ ലയിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ശരിയായിട്ടുള്ള പ്രാണായാമം ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ പ്രാണായാമമൊക്കെ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ധ്യാനം എന്ന് പറഞ്ഞിട്ട് ധ്യാനത്തിൽ വീണ്ടും സമയം കളയേണ്ടതൊന്നും ഇല്ല. ശരിക്കും തിരക്കുള്ളവർക്ക് ഈ പ്രാണായാമത്തോടു കൂടി തന്നെ അതിൽ മനസ്സിനെ അത്രയും ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ, അർപ്പിച്ച് ചെയ്യുകയാണെങ്കിൽ അത് തന്നെ ഒരു ധ്യാനമാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ധ്യാനം എന്ന് പറഞ്ഞാൽ മനസ്സ് പൂർണ്ണമായും ലയിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിൽ നിർത്തിക്കൊണ്ട് ചെയ്യുന്ന ഏത് പ്രവൃത്തിയും ധ്യാനമാണ്. ഇതാണ് ധ്യാനത്തിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. എവിടെയാണോ നമ്മൾ മനസ്സിനെ പൂർണ്ണമായും കേന്ദ്രീകരിച്ചിട്ട് ഒരു പ്രവൃത്തി ചെയ്യുന്നത്, അതാണ് ധ്യാനം എന്ന് പറയുന്നത്. കാരണം മനസ്സിനെ നമ്മൾ നിർത്തിക്കഴിഞ്ഞാൽ, അതിൻ്റെ ഇളക്കങ്ങൾ, ചലനത്തെ നിർത്തി ഒരു ഭാഗത്ത് ഒരു വിഷയത്തിൽ കേന്ദ്രീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കഴിയുമ്പോൾ മനസ്സ് ഡിസോൾവ് ആവും. മനസ്സ് ചിത്തവൃത്തി നിരോധം സംഭവിക്കും. ഇതാണ് ഇതിന്റെ മനസ്സിന്റെ സ്വാഭാവികമായ ഒരു പ്രകൃതം എന്നത് ചാഞ്ചാട്ടമാണ്, ചലനമാണ്. അതിങ്ങനെ ചലിച്ചുകൊണ്ടേയിരിക്കും. അതിനെ ഒരിടത്തും നിർത്താനാണ് പാടും. അതൊന്നുമില്ലെങ്കിൽ ഭാവിയിൽ, അല്ലെങ്കിൽ അത് കഴിഞ്ഞുപോയ ഓർമ്മകളിൽ, ഭാവിയിലും ഭൂതത്തിലുമായിട്ട് മനസ്സ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ ഏത് ചിന്ത എടുത്താലും അതൊന്നുമില്ലെങ്കിൽ എന്തായിരിക്കും, വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള പ്രതീക്ഷകളോ അറേഞ്ച്മെന്റുകളും അതൊക്കെ ആയിരിക്കും. അതല്ലെങ്കിൽ കഴിഞ്ഞുപോയ ഒരു സംഭവത്തെക്കുറിച്ചുള്ള ആലോചനയായിരിക്കും. ഇങ്ങനെ രണ്ട് തരത്തിലുള്ള ചിന്തകളാണ് നമുക്കുള്ളത്. അപ്പോൾ ഭാവിയിലും ഭൂതത്തിലും മാത്രമാണ് മനസ്സ് നിലനിൽക്കുന്നത്. വർത്തമാനത്തിൽ മനസ്സ് നിലനിൽക്കുന്നില്ല. ഈ ചിന്തകൾ ഇല്ലാതെ വന്നു. മനസ്സ് എപ്പോൾ വർത്തമാനകാലത്തിലേക്ക് വരുന്നോ, ജാഗ്രത അവസ്ഥയിലേക്ക് വരുന്നോ, ആ സമയത്ത് ചിന്തകൾ നിലയ്ക്കും. അപ്പോൾ ഒരു വിഷയത്തിൽ നമ്മൾ മനസ്സിനെ കേന്ദ്രീകരിച്ച് ഇവിടെ ഈ ജാഗ്രത അവസ്ഥയിലേക്ക് വന്നു കഴിയുമ്പോൾ മനസ്സ് നിലയ്ക്കും. അങ്ങനെ ചിത്തവൃത്തി നിരോധനത്തിലേക്ക് നമ്മൾ അടുക്കും. നമ്മുടെ ചിന്തകളുടെ എണ്ണം കുറയും. ഇതാണ് നമ്മൾ ധ്യാനത്തിൻ്റെയൊക്കെ ബേസിക് ആയിട്ടുള്ള തിയറി എന്ന്. അപ്പോൾ അതിന് നമ്മൾ കണ്ണടച്ച് അങ്ങനെ ധ്യാനം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതൊരു മസ്റ്റായിട്ടുള്ള കാര്യമല്ല. അത് ചെയ്യാൻ സൗകര്യമുള്ളവർക്ക് അത് ചെയ്യാം. അല്ലാത്തവർക്ക് ചെയ്യുന്ന പ്രവൃത്തി, ഏത് പ്രവൃത്തി ആയിക്കോട്ടെ, ഇപ്പൊ ഇറച്ചി വെട്ടുകയാണെങ്കിൽ പോലും നമ്മൾ പരിപൂർണമായ ജാഗ്രതയോട് കൂടിയിട്ട്, ശ്രദ്ധയോട് കൂടിയിട്ട് ആ ജോലി ചെയ്യുകയാണെങ്കിൽ അതൊരു മെഡിറ്റേഷനാണ്. നമ്മൾ ഒരു പുസ്തകം വായിക്കുകയാണെങ്കിൽ അതൊരു മെഡിറ്റേഷനാണ്. നമ്മളൊരു കവിത പഠിക്കുകയാണെങ്കിൽ അതൊരു മെഡിറ്റേഷനാണ്. അതുപോലെ നമ്മളൊരു പാട്ട് പാടുകയാണെങ്കിൽ അതൊരു മെഡിറ്റേഷനാണ്. നമ്മൾ ഏതെങ്കിലും ഒരു ഇൻസ്ട്രുമെന്റ് വായിക്കുകയാണെങ്കിൽ, മ്യൂസിക് ഇൻസ്ട്രുമെന്റ് വായിക്കുകയാണെങ്കിൽ അതൊരു മെഡിറ്റേഷനാണ്. അപ്പോൾ മെഡിറ്റേഷൻ അല്ലാത്ത ഒരു പ്രവൃത്തിയില്ല. അപ്പോൾ ആ പ്രവൃത്തിയുടെ പ്രശ്നമല്ല അത്, നമ്മൾ മൈൻഡ് എത്രത്തോളം ആ വിഷയത്തിൽ കേന്ദ്രീകരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ മനസ്സിനെ പൂർണ്ണമായിട്ടും നമ്മളുടെ പ്രവൃത്തിയിൽ കേന്ദ്രീകരിക്കാൻ കഴിഞ്ഞാൽ ആ ഏത് പ്രവൃത്തിയും മെഡിറ്റേഷനാണ്. ഇത് പ്രത്യേകിച്ചും നമ്മൾ അനുഭവിച്ചറിയുക. നമ്മൾ ഈ മ്യൂസിക്കൊക്കെ കൈകാര്യം ചെയ്യുന്ന ആളുകളാണ്, സംഗീതമൊക്കെ കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും. അവര് ഒരു ഇൻസ്ട്രുമെന്റ് വായിക്കുകയോ അല്ലെങ്കിൽ അതിന്റെ പരിശീലനം നടത്തുകയാണെങ്കിലോ
അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മളൊരു മ്യൂസിക് കമ്പോസ് ചെയ്യുക, അല്ലെങ്കിൽ ആ പാട്ട് പാടുക, അതിന് പക്കമേളം വായിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് വല്ലാത്തൊരു ലയത്തിലേക്ക് നമ്മളുടെ മനസ്സ് പോവും. ഒരു ലയമാണ്. ധ്യാനത്തിൽ നിന്ന് കിട്ടുന്ന അതേ ലയം നമുക്ക് സംഗീതത്തിലൂടെയും എത്താൻ പറ്റും. സംഗീതത്തിലൂടെയും എത്താൻ പറ്റുന്നില്ല, സംഗീതത്തിലൂടെയാണ് ഏറ്റവും എളുപ്പത്തിൽ, ധ്യാനത്തിനേക്കാൾ എളുപ്പത്തിൽ നമുക്ക് സംഗീതത്തിലൂടെ ഒക്കെ നമുക്ക് ഈ ധ്യാന ലയ അവസ്ഥയിലേക്ക് എത്താൻ കഴിയും. അതുകൊണ്ടാണ് എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും മറ്റ് പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും പാട്ടുകാർക്ക്, അതുപോലെ ഈ മ്യൂസീഷ്യൻസിനൊക്കെ ഒരു പ്രോഗ്രാം കഴിയുന്നതോട് കൂടിയിട്ട് വളരെ റിലാക്സ്ഡ് ആവും. കാരണം ആ പ്രോഗ്രാമിൽ അവര് പരിപൂർണമായ ഒരു ലയ അവർക്ക് കിട്ടുകയാണ്. കാരണം ഈ ശ്രദ്ധ മനസ്സിനെ, അതിൻ്റെ ഓരോ നിമിഷത്തിലും മനസ്സിനെ അവിടെ വെച്ചുകൊണ്ട് മാത്രമാണ് നമുക്ക് ആ സംഗീത പരിപാടി നടത്താൻ കഴിയുള്ളൂ. കാരണം മനസ്സ് വേറെ എവിടെയെങ്കിലുമൊക്കെ അലഞ്ഞു തിരിഞ്ഞാൽ ഇവിടെ ഈ പ്രോഗ്രാമിൽ കൃത്യമായിട്ട് നമുക്ക് ഇൻവോൾവ് ആകാൻ കഴിയില്ല. അപ്പോൾ ഈ പാട്ട് പാടുന്ന ആളായിക്കോട്ടെ, മറ്റ് പക്കമേളക്കാരായിക്കോട്ടെ, അതിലൊക്കെ പങ്കെടുക്കുന്ന ആളുകളൊക്കെ ആ പ്രോഗ്രാം നടക്കുമ്പോൾ പരിപൂർണമായിട്ടും മനസ്സിനെ അതിൽ ലയിപ്പിക്കുന്നത് കൊണ്ട്, അവിടെ തന്നെ നിർത്തുന്നത് കൊണ്ട് അവർക്ക് ആ ലയം സിദ്ധിക്കും. ധ്യാനത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ആ അതേ ലയം അതിനേക്കാൾ ശക്തിമത്തായിട്ട് നമുക്ക് ഇങ്ങനെയുള്ള പ്രോഗ്രാമുകളിലൂടെ കിട്ടും. അതുകൊണ്ടാണ് സംഗീതജ്ഞന്മാർക്കൊക്കെ അവർ വളരെ റിലാക്സ്ഡ് മൂഡിലേക്ക് അവർക്ക് ഒരു പ്രോഗ്രാം കഴിയുന്നതോട് കൂടിയിട്ട് എത്താൻ കഴിയുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു വരുന്നതിൻ്റെ സത്ത ഇത്രയേ ഉള്ളൂ. ധ്യാനിക്കാൻ പ്രത്യേകിച്ച് സമയം കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരുപാട് ബേജാറാവേണ്ട കാര്യമില്ല. നമ്മൾ ചെയ്യുന്ന ഏത് പ്രവൃത്തി ആയിക്കോട്ടെ, മനസ്സിനെ അവിടേക്ക് കൊണ്ടുവരിക. ബോധപൂർവം നമ്മൾ ആ പ്രവൃത്തി ചെയ്യുക, മനസ്സിനെ അവിടെ വെച്ച് ജാഗ്രതയോട് കൂടിയിട്ട് ആ പ്രവൃത്തി ചെയ്യുക. സാധാരണ നിലയ്ക്ക് നമ്മൾ ഇപ്പൊ ഡ്രൈവിംഗ് ഒക്കെ പഠിക്കുമ്പോൾ അറിയാലോ, ആദ്യമൊക്കെ നമ്മൾ ഇങ്ങനെ മനസ്സ് മുഴുവൻ അവിടെ തന്നെ ആയിരിക്കും, ഡ്രൈവിംഗിൽ തന്നെ ആയിരിക്കും. കുറച്ച് കഴിയുമ്പോൾ വേറൊരു ഫാക്കൽറ്റി അത് ഏറ്റെടുക്കും. കാരണം നമ്മളിതിൽ എക്സ്പെർട്ടായി കഴിയുമ്പോൾ നമ്മൾ മനസ്സ് വേറൊരിടത്താണെങ്കിലും ഇത് കൃത്യമായിട്ട് ഡ്രൈവിങ് നടന്നുകൊള്ളും. ഈ അവസ്ഥയിലാണ് നമ്മൾ സാധാരണ ഒരാൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സ് നമ്മളിപ്പോ ഇവിടെയൊക്കെ ഇങ്ങനെ ചെയ്യുന്നു, പല കാര്യങ്ങളും ചെയ്യുന്നു. ഇവിടെ നമ്മളിപ്പോ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന കേൾക്കുന്നത് ഇടയ്ക്ക് നോക്കുമ്പോൾ മനസ്സ് വേറെ എവിടെയോ എത്തിയിട്ടുണ്ടാവും. ഈ അവസ്ഥയിലാണ്, ഒരു തരം ഉറക്കത്തിൽ നമ്മളിങ്ങനെ ജീവിക്കുകയാണ് സാധാരണ നിലയിൽ. ഇതിന്റെ നേരെ വിപരീതമാണ് ജാഗ്രതയിലേക്ക് ഉണരുകയാണ്. കൂടുതൽ ജാഗ്രവത്താവുക എന്നുള്ളതാണ് ധ്യാനത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മളെ ജാഗ്രതവത്താക്കുന്നതാണ് ധ്യാനം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സംഭവിക്കുന്നത് നമ്മൾ മനസ്സിനെ ഒരു വിഷയത്തിൽ ഏകാഗ്രതപ്പെടുത്തുമ്പോഴാണ്. ഏകാഗ്രതയല്ല ധ്യാനം, ഏകാഗ്രതപ്പെടുത്തം. അപ്പോൾ മനസ്സ് ഒരു വിഷയത്തിൽ മാത്രം ലയിച്ചിരിക്കുമ്പോൾ മനസ്സ് നിശ്ചലമാവും. അങ്ങനെ നമുക്ക് ആ ലയം സിദ്ധിക്കും. അപ്പോൾ ഏത് ക്രിയയും ഏത് പ്രവൃത്തിയും പൂർണ്ണമായി മനസ്സർപ്പിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ധ്യാനം സിദ്ധിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഇനി നമ്മൾ അവയർനെസ്സോട് കൂടിയിട്ട്, ജാഗ്രതയോട് കൂടിയിട്ട് നമ്മളെ ജീവിതത്തിലുള്ള ഓരോ നിമിഷവും പരിപൂർണമായ ജാഗ്രത, ലിവിങ് ഇൻ ദ പ്രസന്റ് മൊമെന്റ് എന്നാണ് അതിനെ പറയുക. അപ്പോൾ ഈ നിമിഷത്തെ അറിഞ്ഞുകൊണ്ട് ഈ നിമിഷത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിഞ്ഞാൽ ആ ജീവിതം മൊത്തം ധ്യാനമായിട്ട് മാറും. ഇതിപ്പോ ഈ പറയുന്ന പോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇടയ്ക്കിടയ്ക്ക് മൈൻഡ് ഇവിടുന്ന് പോവും. പക്ഷെ നിരന്തരം അത് പരിശീലിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് ആ അവയർനെസ്സോട് കൂടിയിട്ട് തന്നെ നമുക്ക് ജീവിതത്തിൽ ഉടനീളം നിലനിൽക്കാനുള്ള ശേഷി നമുക്ക് വരും. അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്യുക. ഇപ്പം ധ്യാനിക്കാൻ സമയം കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ആരും ബേജാറാവേണ്ടതില്ല. പക്ഷെ പ്രാണായാമമൊക്കെ നിർബന്ധമായിട്ടും ചെയ്യണം, മനസ്സർപ്പിച്ചുകൊണ്ട് തന്നെ ചെയ്യണം. അതിനുശേഷം ധ്യാനത്തിൽ ഇരിക്കണം എന്നില്ല. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ ആ അവയർനെസ് കൊണ്ടുവന്നാൽ അത് ധ്യാനമാവുമെന്ന് മനസ്സിലാക്കും. നന്ദി, നമസ്കാരം. ഇത്തരത്തിൽ യോഗയുമായി ബന്ധപ്പെട്ട അതിനിഗൂഢവും രഹസ്യാത്മകവുമായ അനേകം വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന തുരീയം ബോധോദയത്തിന്റെ രാസവിദ്യ എന്ന പുസ്തകം ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് അഡ്രസ് വാട്സാപ്പ് ചെയ്യുക.